100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളം കണ്ട വൻ തട്ടിപ്പിന്റെ ചുരുളഴിയുന്നു. CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത് പ്രതി അനന്തുകൃഷ്ണൻ തട്ടിയത് 1000 കോടിയോളം രൂപ. കണ്ണൂർ ജില്ലയിൽ മാത്രം 2000 പരാതികൾ. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി. അനന്തുകൃഷ്ണനെ പിന്തുണച്ച് ലാലി വിൻസെന്റ്. തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്ന് വിശദീകരണം. തട്ടിപ്പ് കേസ് പ്രതി അനന്തുകൃഷ്ണനെതിരെ പരാതിയുമായി BJP സംസ്ഥാന സമിതി അംഗം ഗീതാ കുമാരി. 25 ലക്ഷം രൂപ വായ്പ വാങ്ങിയ ശേഷം തിരിച്ചു നൽകിയില്ല. BJP വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയാണ് അനന്തുവിനെ പരിചയപ്പെടുത്തിയതെന്നും ഗീതാ കുമാരി. CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലയ്ക്ക് സാധനം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ പലയിടങ്ങളിലും കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതിക്കാർ. കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പരാതിക്കാർ സംഘടിച്ചു. പല മാർഗങ്ങളിലൂടെയും വിശ്വാസ്യത നേടിയെടുത്താണ് തട്ടിപ്പെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്. പത്തനംതിട്ടയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ സംഘത്തെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേസ്. നടപടി മർദ്ദനമേറ്റവരുടെ മൊഴിയെടുത്തതിന് പിന്നാലെ. ക്രൂരമർദ്ദനത്തിൽ സ്ത്രീകൾക്കുൾപ്പെടെ ഗുരുതര പരിക്ക്. പത്തനംതിട്ട SI ജിനു എസിനെതിരെ കേസ്. പോലീസിന്റെ അതിക്രമം. വിശ്രമത്തിനായി വാഹനം റോഡരികിൽ നിർത്തിയപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച KPCC റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. റിപ്പോർട്ട് പ്രചരിപ്പിച്ചത് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവെന്ന് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ജോസ് വള്ളൂർ. വയനാട് ദുരിതാശ്വാസ ഫണ്ട് അടയ്ക്കാത്ത തൃശൂർ ജില്ലയിലെ 8 മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർക്ക് സസ്പെൻഷൻ. കോഴിക്കോട് മുക്കം പീഡനശ്രമ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. തൃശൂർ കുന്നംകുളത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത ലോഡ്ജ് ഉടമ ദേവദാസനെ ചോദ്യം ചെയ്യുന്നു. കേസിൽ ഇനി പിടിയിലാകാനുള്ളത് 2 പേർ. പോലീസിൽ വിശ്വാസമെന്ന് യുവതിയുടെ കുടുംബം 24-നോട്. പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ. കിഫ്ബി റോഡുകളിൽ യൂസഫ് ഫീ പിരിക്കാനുള്ള സർക്കാർ നീക്കത്തെ ന്യായീകരിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. റോഡ് നിർമ്മാണത്തിന് ചെലവിട്ട പണം തിരികെ പിടിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് വിശദീകരണം. മുന്നണിയിൽ ഭിന്നതയില്ലെന്നും കൺവീനർ. മന്ത്രിസഭായോഗം തിരുവനന്തപുരത്ത്. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിൽ തീരുമാനമുണ്ടായേക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിൽ. ഇതുവരെ രേഖപ്പെടുത്തത് 15% പോളിംഗ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി അതിഷിയും വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ ശനിയാഴ്ച. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസിലെ 2 പേർ പണവുമായി പിടിയിൽ. കാറിൽ നിന്ന് 5 ലക്ഷം രൂപ പിടികൂടി. ലക്ഷ്മി നഗറിൽ BJP പ്രാദേശിക നേതാവിനെ ആക്രമിച്ച കേസിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെതിരെ കേസ്. കർണാടകയിൽ കോളേജ് ഹോസ്റ്റൽ മുറിയിൽ മലയാളി വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് രാമനഗരിയിലെ ദയാനന്ദ സാഗർ കോളേജിലെ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി അനാമിക. മാനേജ്മെന്റിനെതിരെ സഹപാഠികൾ. അനാമികയെ മാനസികമായി പീഡിപ്പിച്ചെന്ന് ആരോപണം. എറണാകുളം തൃപ്പൂണിത്തുറയിലെ 15-കാരന്റെ ആത്മഹത്യയിൽ പുത്തൻകുരിശ് പോലീസിന്റെയും അന്വേഷണം. ആരോപണ വിധേയർക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്യാതെ ആത്മഹത്യ ചെയ്ത മിഹിർ അഹമ്മദിന്റെ സഹോദരന്റെ മൊഴിയെടുത്തു. വിദ്യാർത്ഥികൾക്കെതിരായ ആരോപണം തെളിഞ്ഞാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് കൈമാറും. കോട്ടയം പാലായിൽ കുടുംബ വഴക്കിനിടെ ഭാര്യ മാധവനെ തീ കൊളുത്തി കൊന്നു. പൊള്ളലേറ്റ മരുമകനും മരിച്ചു. മനോജിന് പരിക്കേറ്റത് നിർമ്മലയുടെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നതിനിടെ. ജില്ലാ സമ്മേളനത്തിന് പിന്നാലെ കോഴിക്കോട് CPM-ൽ അതൃപ്തി പുകയുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനിടെ നേതൃത്വത്തിനിടെ കത്തു നൽകി വടകരയിലെ നേതാവ് PK ദിവാകരൻ. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് പൊതുചർച്ചയിൽ പ്രതിനിധികൾ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കമായി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിൽ തുടരുന്ന CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിനും ആഭ്യന്തര വകുപ്പിനും വിമർശനം. ജില്ലയിൽ മന്ത്രി ഉണ്ടായിട്ടും കാര്യമായ വികസനം നടക്കുന്നില്ല. കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുത്തത് പ്രയോജനം ചെയ്തില്ല. പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടെന്നും വിമർശനം. കമ്മ്യൂണിസ്റ്റ് മൂല്യത്തകർച്ചയെക്കുറിച്ച് നോവലിലൂടെ തുറന്നെഴുതി മുതിർന്ന CPI നേതാവ് C ദിവാകരൻ. കഥാപാത്രങ്ങളിലൂടെ പുതിയ നേതൃത്വത്തിനും രീതികൾക്കും അതിരൂക്ഷ വിമർശനം. തന്റെ അനുഭവങ്ങളും കമ്മ്യൂണിസ്റ്റ് നോവലിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് C ദിവാകരൻ. കൊച്ചിയിൽ ചേരുന്ന NCP സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് AK ശശീന്ദ്രൻ.
പക്ഷം പാർലമെന്ററി പാർട്ടി നേതാവ് തോമസ് കെ തോമസിനെയും ക്ഷണിച്ചിട്ടില്ല. യോഗത്തിൽ പങ്കെടുത്ത് PC ചാക്കോ, ലതിക സുഭാഷ് എന്നിവർ. കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു. കോൺഗ്രസിനോടും CPIഎമ്മിനോടും ഒരേ സമീപനമെന്ന് കല. തൽക്കാലം ഒരു മുന്നണിക്കൊപ്പവുമില്ലെന്നും കലാരാജു. അജണ്ടകൾ പാസാക്കാൻ LDF ഭരണസമിതിക്ക് ഭൂരിപക്ഷമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വിയോജനക്കുറിപ്പിൽ കലാരാജു ഒപ്പിട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചാരണ യാത്ര ഇന്ന് സമാപിക്കും. വൈകിട്ട് 4 മണിക്ക് അമ്പൂരിയിൽ സമാപന സമ്മേളനം. AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 25-ന് കണ്ണൂരിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിച്ച യാത്ര വയനാട്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലകൾ പിന്നിട്ടാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. പ്രതിഷേധത്തിനിടെ IC ബാലകൃഷ്ണൻ MLAയുടെ ഗൺമാന് മർദ്ദനമേറ്റ സംഭവത്തിൽ CPIM DYFI പ്രവർത്തകർക്കെതിരെ കേസ്. സാബു, സാദിഖ്, സലീം എന്നിവർക്കെതിരെയാണ് അമ്പലവയൽ പോലീസ് കേസെടുത്തത്. ക്ലിഫ് ഹൌസിൽ പുലി ഇറങ്ങിയെങ്കിൽ കേരളം രക്ഷപ്പെട്ടു പോയനെയെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. തന്റെ പഴയ പാർട്ടിക്കാർക്ക് പശുവിനെ തൊടാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ മനുഷ്യരെക്കാൾ മൃഗങ്ങൾക്കാണ് പരിഗണനയെന്നും സന്ദീപ് വാര്യർ. ദേശീയ ഗെയിംസിൽ മെഡൽ വേട്ട തുടരാൻ കേരളം. റോവിംഗിൽ കേരളത്തിന് ഇന്ന് 5 ഫൈനലുകൾ. ഫുട്ബോളിൽ ഫൈനൽ ലക്ഷ്യമിട്ട് കേരള ടീം കളത്തിൽ. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെത്തിയ നരേന്ദ്രമോദി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. ഗസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗസയെ വാസയോഗ്യമല്ലാതാക്കി. മേഖലയിൽ നിന്ന് പലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർ അറസ്റ്റിൽ. യൂട്യൂബ് ചാനലിലൂടെ ചോദ്യങ്ങൾ അവതരിപ്പിച്ച അധ്യാപകരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികൾ തമിഴ്നാട്, കർണാടക ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിന് നോട്ടീസ്. 14 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. എറണാകുളം സെൻട്രൽ പോലീസാണ് നോട്ടീസ് നൽകിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ രാജ്യങ്ങളിലും അപകടകരമാണെന്ന് സ്പീക്കർ AN ഷംസീർ. AI എല്ലാ മേഖലകളിലും ഇടപെടുന്നു. എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കാം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷനിലാണ് AIക്കെതിരായ സ്പീക്കറുടെ പരാമർശം. ബോഡി ബിൽഡിംഗ് താരങ്ങളെ ആംഡ് പോലീസ് ഇൻസ്പെക്ടേഴ്സായി നിയമിച്ചതിനെതിരെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ. ഇന്ത്യക്കായി കളിച്ചവർ വർഷങ്ങളായി പുറത്തിരിക്കുമ്പോഴാണ് പുതിയ നിയമനമെന്ന് NP പ്രദീപ് കുറ്റപ്പെടുത്തി. സ്പോർട്സ് കൌൺസിലിലും കായിക മന്ത്രിക്കും നിരവധി തവണ അപേക്ഷ നൽകിയെങ്കിലും അവഗണനയായിരുന്നുവെന്ന് റിനോ ആന്റോ. കൊല്ലം കൊട്ടാരക്കര സദാനന്ദപുരത്ത് ആംബുലൻസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് രോഗിയുൾപ്പെടെ 2 പേർ മരിച്ചു. അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി, ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് അരയടത്ത് പാലം ബസ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. കൊമ്മേരി സ്വദേശി മുഹമ്മദ് സാനിഹാണ് മരിച്ചത്. അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബസ് ഡ്രൈവർക്കായി അന്വേഷണം ഊർജിതം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം. ഇന്ന് പ്രതി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലെ കടയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രത്യേകമായി നിർമ്മിച്ച കൊടുവാളിൽ കടയുടെ സീലുണ്ട്. ഇടുക്കി മൂലമറ്റത്ത് ഗൂണ്ടാ നേതാവ് സാജൻ സാമുവലിനെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായി. മുറിയിൽ കിടന്ന സാജന്റെ ദേഹത്ത് കല്ലെടുത്തിട്ടു. പ്രതികളെ സാജൻ കൊലപ്പെടുത്തുമോ എന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണം. അറസ്റ്റിലായ 7 പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിൽ കേസ് ഫയൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് എന്ന DGPക്ക് കൈമാറും. പ്രതി നാരായണൻദാസ് ഇപ്പോൾ ഒളിവിലാണ്. SFI KSU സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീസോൺ കലോത്സവം നാളെ പുനരാരംഭിക്കും. പൂർത്തിയാക്കാനുള്ളത് മത്സരങ്ങളാണ് നടത്തുക. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ. തൃശൂർ എരുമപ്പെട്ടിയിൽ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞു. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളെത്തി ആനയെ തളച്ചു. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും ഒറ്റക്കൊമ്പനിറങ്ങി. കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലാണ് ആന എത്തിയത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്യാലറി തകർന്ന് കാണികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തു. ഗ്യാലറിയിൽ ഉൾക്കൊള്ളാവുന്നതിന് അധികം ആളുകളെ ഗ്യാലറിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് കേസ്. കാണികൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു.
കോഴിക്കോട് നഗരത്തിൽ ബസ്സുകളിൽ പരിശോധന. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ബസ്സുകളുടെ ഫിറ്റ്നസ് പെർമിറ്റ് ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. മലപ്പുറം താനൂർ രായിരമംഗലം GMLP സ്കൂളിലെ പാചകപ്പുരയിൽ തീപിടുത്തം. 2 പേർക്ക് പൊള്ളലേറ്റു. പാചകവാതകം ചോർന്നതാണ് അപകട കാരണം. വണ്ടി ഓടിക്കുന്നതിനിടെ ഫോണിൽ സംസാരിച്ച് KSRTC ഡ്രൈവർ. വയനാട് സുൽത്താൻ ബത്തേരി മാനന്തവാടി റൂട്ടിലാണ് സംഭവം. ദൃശ്യം പകർത്തിയത് യാത്രക്കാർ. എറണാകുളം പിറവത്ത് കിണറ്റിൽ വീണ ഭർത്താവിനെ രക്ഷിക്കാൻ സാഹസികമായി ശ്രമിക്കുന്നതിനിടെ കിണറ്റിൽ വീണ ഭാര്യയും. ഇരുവരെയും രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേന. ഇലഞ്ഞിക്കാവിൽ രമേശൻ കിണറ്റിൽ വീണത് കുരുമുളക് പറിക്കുന്നതിനിടെ. വയനാട് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണന്റെ പിതാവ് അമ്പലപ്പുഴ ആഞ്ഞിൽപുരയ്ക്കൽ വേലായുധൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരേതനായ കല്യാണിയാണ് ഭാര്യ. വത്സല, ഉഷ എന്നിവരാണ് മറ്റു മക്കൾ. കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പോയിൽ ബൈക്കിനും സൈക്കിളിനും തീയിട്ടു. പുല്ലുമലയിൽ വിനോദിന്റെ വീട്ടിലാണ് സംഭവം. കാസർഗോഡ് ബേക്കയിൽ ട്രെയിനിന് കല്ലെറിഞ്ഞ 2 പേർ പോലീസിന്റെ പിടിയിൽ. പശ്ചിമബംഗാൾ റാണിനഗർ സ്വദേശി റോഹൻ റോയ്, കാസർഗോഡ് മൂവാർ സ്വദേശി സുന്ദരൻ എന്നിവരെയാണ് ബേക്കൽ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് കുന്നമംഗലത്ത് MDMAയുമായി 2 പേർ പിടിയിൽ. മുണ്ടിക്കൽത്താഴം സ്വദേശി ഷാഹുൽ ഹമീദ്, പാലക്കോട് വയൽ സ്വദേശി അതുൽ എന്നിവരാണ് പിടിയിലായത്. യുനെസ്കോ പിന്തുണയുള്ള കൗമാരക്കാരുടെ സംഘടനയായ വേൾഡ് ടീൻ പാർലമെന്റിലേക്ക് തൃപ്രയാർ ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥി ഷേഹ ജാസ്ന തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാർത്ഥികളിൽ ഒരാളും അന്താരാഷ്ട്ര തലത്തിൽ 100 വിദ്യാർത്ഥികളിൽ ഒരാളുമാണ് ഷേഹ. പ്രധാന അറിയിപ്പുകൾ നോക്കാം. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. 20 കോടി രൂപയാണ് സമ്മാനത്തുക. 2ാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. മധ്യമേഖല അമച്വർ നാടക മത്സരത്തിന് ഇന്ന് തുടക്കമാകും. എറണാകുളം ഫൈനാൻസ് സൊസൈറ്റി ഹാളിൽ വൈകിട്ട് 5:30 സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രവേശനം സൗജന്യം. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എറണാകുളം മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിൽ നിന്നുള്ള ബോട്ട് സർവീസ് പുനരാരംഭിക്കും. ട്രയൽ റൺ പൂർത്തിയാക്കിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് നടത്തുന്ന ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ മാസം 27 മുതൽ അടുത്ത മാസം 1 വരെ ജനറൽ ആശുപത്രി ജംഗ്ഷനിലുള്ള സ്റ്റേറ്റ് ഓഫീസിലാണ് കോഴ്സ് നടത്തുന്നത്. കൊല്ലം പെരുമൺ പട്ടംതുരുത്ത് ജങ്കാ സർവീസ് ഈ മാസം 8 വരെ നിർത്തിവെച്ചതായി പനയം പഞ്ചായത്ത് അധികൃതർ. നടപടി അഞ്ചാലുമൂട് പട്ടംതുരുത്ത് കടവിന്റെ അടിയന്തര അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ. പത്തനംതിട്ട ജില്ലയിലെ വിവിധ CDSകളിലെ കമ്മ്യൂണിറ്റി കൗൺസിലർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത MSW, MS സോഷ്യോളജി, MA, MSc സൈക്കോളജി. ഈ മാസം 7 വൈകിട്ട് 5 അപേക്ഷിക്കാം. ദേശീയ വാർത്ത. പ്രശസ്ത തമിഴ് ആകാശവാണി വാർത്താവതാരകൻ വെങ്കട്രാമൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വാർത്ത തമിഴിൽ വായിച്ചത് വെങ്കട്രാമനായിരുന്നു. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുമായുള്ള വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി. കേന്ദ്ര ഏജൻസികളും പോലീസും അമൃത്സർ വിമാനത്താവളത്തിൽ എത്തി. ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ വിമാനത്തിലുള്ളവരെ പുറത്തിറങ്ങാൻ അനുവദിക്കൂ. നടൻ വിജയെ കാണാൻ കാൽനടയായി പോയ ആരാധകൻ ഉണ്ണിക്കണ്ണന് ആഗ്രഹ സാഫല്യം. മഹാലിംഗപുരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് വിജയെ കണ്ടത്. ജനുവരി 1 പാലക്കാട് മംഗലം ഡാമിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. കാറിലിടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറോട് നഗരമധ്യത്തിൽ വെച്ച് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് മുൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ്. ബംഗളൂരു വസന്ത് നഗറിലാണ് സംഭവം. രാഹുൽ ദ്രാവിഡ് ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ജമ്മുകശ്മീർ സുരക്ഷാ അവലോകന യോഗം പുരോഗമിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് യോഗം. ഇന്നലെ പാർലമെന്റിൽ ചേർന്ന യോഗം പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തെ തുടർന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആം ആദ്മി പാർട്ടി MLA ദിനേശ് മൊഹാനിക്കെതിരെ കേസ്. അപമര്യാദയെ പെരുമാറിയെന്ന സ്ത്രീയുടെ പരാതിയിലാണ് പോലീസിന്റെ കേസ്. രാജ്യാന്തര വാർത്തകൾ. സ്വീഡനിലെ പഠന കേന്ദ്രത്തിൽ വെടിവെപ്പ്. 10 പേർ കൊല്ലപ്പെട്ടു. അക്രമി മരിച്ച നിലയിൽ. വെടിവെപ്പുണ്ടായത് 20 വയസ്സിന് മുകളിലുള്ളവരും കുടിയേറ്റക്കാരും പഠിക്കുന്ന ക്യാമ്പസിൽ. മുസ്ലിം ആത്മീയ നേതാവ് ആഗാ ഖാൻ പോർച്ചുഗലിലെ ലിസ്ബണിൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മരണവാർത്ത അറിയിച്ച് ആഗാ ഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്ക്. ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുള്ള പാഴ്സലുകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിയതായി US പോസ്റ്റൽ സർവീസ്. എന്നാൽ കത്തുകളെ ബാധിക്കില്ലെന്ന് കമ്പനി.
അമേരിക്കയ്ക്കെതിരെ പ്രതികാര നടപടിയുമായി ചൈന. യുഎസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 15% തീരുവ ചുമത്തുമെന്ന് ചൈന. ഗൂഗിളിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ചൈന. വ്യാപാര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം ചർച്ച ആരംഭിക്കാനിരിക്കെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അതിരൂക്ഷ ആക്രമണം നടത്തി ഇസ്രായേൽ. 12 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ലോകത്തിലെ ആദ്യത്തെ വാക്ക് ത്രൂ സുരക്ഷാ സ്കാനറുകൾ ഉപയോഗിക്കുന്ന വിമാനത്താവളം എന്ന നേട്ടം സ്വന്തമാക്കി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട്. 1 വർഷം നീണ്ടുന്ന പരീക്ഷണത്തിന് ഒടുവിൽ അംഗീകാരം ലഭിക്കുകയായിരുന്നു. ദുബായിലെ ബുർജ് ഖലീഫയുടെ അതിശയിപ്പിക്കുന്ന ബഹിരാകാശ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് നാസ. ബഹിരാകാശ യാത്രികൻ ഡൊണാൾഡ് റോയ് പെറ്റിറ്റാണ് ബഹിരാകാശത്ത് വെച്ച് ചിത്രം പകർത്തിയത്. റഷ്യൻ പക്ഷക്കാരനും കിഴക്കൻ യുക്രൈനിലെ അർദ്ധസൈനിക വിഭാഗം തലവനുമായ അർമീൻ സാർക്കിസ്യാൻ മോസ്കോയിൽ കൊല്ലപ്പെട്ടു. ബോംബ് സ്ഫോടനം സാക്കിസ്വാന്റെ ആഡംബര വസതിയിൽ. ബിസിനസ് ന്യൂസ്. തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. സ്വർണ്ണവില പവന് 63,000 രൂപ കടന്നു. പവന് ഒറ്റയടിക്ക് കൂടിയത് 760 രൂപ. റിസർവ് ബാങ്കിന്റെ ധനക്കയ കമ്മിറ്റി യോഗം തുടങ്ങി. 0.5% നിരക്കിളവ് പ്രതീക്ഷിച്ച വിപണികൾ. പുതിയ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വെള്ളിയാഴ്ച നയപ്രഖ്യാപനം നടത്തും. ഹോണ്ടയുമായുള്ള ലയന ചർച്ചകൾ നിസാൻ റദ്ദാക്കിയേക്കും. തീരുമാനം നിസാൻ ബോർഡ് യോഗത്തിന് ശേഷം. ലയനം ആസൂത്രണം ചെയ്തത് ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളിൽ നിന്ന് ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിൽ. ഡീപ് സീക്കിന്റെ വെല്ലുവിളി നേരിടാൻ മാർഗം തേടി ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ ഏഷ്യയിലേക്ക്. ഇന്ത്യയിലെത്തുന്ന സാം ഓൾട്ട്മാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിൽ 1200 നിയമനങ്ങൾക്കൊരുങ്ങി ലോകത്തെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ബ്ലാക്ക് റോക്ക്. നിയമനം മുംബൈയിലും ഗുരുഗ്രാമിലുമുള്ള ഹബ്ബുകളിലേക്ക്. എഞ്ചിനീയർമാരെയും ഡാറ്റാ വിദഗ്ധരെയും നിയമിക്കുന്നത് AI സംവിധാനത്തിന്റെ കരുത്ത് കൂട്ടാൻ. കോപ്പ ഡെൽ റേ ഫുട്ബോളിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് റിയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ലെഗാനസ്. ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോളിൽ ആഴ്സണലിന് ഇന്ന് ജീവൻ മരണപ്പോര്. ഫൈനലിൽ കടക്കണമെങ്കിൽ ന്യൂകാസിലിനെതിരെ 3 ഗോൾ ജയം അനിവാര്യം. സെമിഫൈനൽ ആദ്യ പാദത്തിൽ ന്യൂകാസിൽ ജയിച്ചത് എതിരില്ലാത്ത 2 ഗോളിന്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജയം തുടരാൻ മോഹൻ ബഗാൻ ഇന്നിറങ്ങും. രാത്രി 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ പഞ്ചാബ് FC ആണ്. അടുത്ത ലോകകപ്പിനായി അർജന്റീന ടീമിനെ പുനർനിർമ്മിക്കുമെന്ന് പരിശീലകൻ ലിയോണൽ സ്കെലോണി. കാതലായ താരങ്ങളെ നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുമെന്നും സ്കെലോണി. ബയേൺ മ്യൂണിക്കുമായുള്ള കരാർ പുതുക്കി അൽഫോൺസോ ഡേവിസ്. 2030 വരെയാണ് പുതിയ കരാർ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനൊരുങ്ങുന്ന ഓസ്ട്രേലിയൻ ടീമിന് ആശങ്ക. നായകൻ പാറ്റ് കമ്മിൻസിന്റെ പരുക്ക് ഇതുവരെയും ഭേദമായിട്ടില്ലെന്ന് പരിശീലകൻ ആൻഡ്രൂ മക്ഡൊണാൾഡ്. 2020-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകളെന്ന റെക്കോർഡിന് റാഷിദ് ഖാന് സ്വന്തം. 633 വിക്കറ്റുകളോടെ ഡ്വെയ്ൻ ബ്രാവോയുടെ പേരിലുള്ള റെക്കോർഡാണ് റാഷിദ് ഖാൻ മറികടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 നാഗ്പൂരിൽ. വിരമിക്കൽ പ്രഖ്യാപിച്ച് മുൻ ലോക 1-ാം നമ്പർ ടെന്നീസ് താരം സിമോണ ഹാലപ്പ്. സമീപകാലത്ത് നിരന്തരം അലട്ടുന്ന പരിക്കിനെ തുടർന്നാണ് റൊമേനിയൻ താരത്തിന്റെ തീരുമാനം. ഇനി കാണാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. അജിത് വിനായക ഫിലിംസ് ആക്ഷൻ ഫിലിംസിന്റെ ബാനർ നിർമ്മിക്കുന്ന ചിത്രം സർക്കിട്ടിന്റെ ടീസർ പ്രകാശനം ചെയ്തു. തിരക്കഥയും സംവിധാനവും താമറാണ്. ആസിഫ് അലിയാണ് നായകൻ. ആസിഫ് അലി നായകനായി എത്തുന്ന പുതിയ ചിത്രം ആഭ്യന്തര കുറ്റവാളിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ചിത്രം ഈദ് റിലീസായി തിയേറ്ററുകളിൽ എത്തും. നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയുടെ ചിത്രീകരണം പൂർത്തിയായി. മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് വാർത്ത ആരാധകരെ അറിയിച്ചത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് വീണ്ടും എത്തുന്നു. 6ാമത്തെ ചിത്രം ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസിന്റെ ടീസർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ചിത്രം മെയ് 16-ന് തിയേറ്ററുകളിലെത്തും. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടി റഹിന അഭിനയിക്കുന്ന സിനിമ ഇഴ തിയേറ്ററുകളിലേക്ക്. കലാഭവൻ നവാസും പ്രധാന വേഷത്തിൽ എത്തുന്നു. വൈറൽ ട്രെൻഡ്സ്. ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾക്ക് ചുവടുവെച്ച് റഷ്യൻ നർത്തകരോട് നന്ദി പറഞ്ഞ് ഇളയരാജ തന്നെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്.
നീതാനൊരു പൂവിൻ. കടൽ കാണാൻ വാശി പിടിക്കുന്ന കുരുന്നിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ഇൻസ്റ്റഗ്രാമിൽ ഇതിനകം 3 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് കണ്ടത്. ഗസയിൽ മിലിറ്ററി ടാങ്കിന് മുകളിൽ വെച്ച് പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നുവെന്ന രീതിയിൽ ഒരു ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. വൈറൽ ചിത്രം ഗസയിലേതല്ല. 2024 ഡിസംബറിൽ സിറിയയിലെ അൽ അസദ് ഭരണകൂടത്തെ വിമതസേന അട്ടിമറിച്ച ശേഷം ദമാസ്കസിൽ നിന്ന് പകർത്തിയ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം 4.3 തീവ്രത രേഖപ്പെടുത്തി. 60 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത്. ആളപായമില്ല. ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങി ഈജിപ്ത് വിദേശകാര്യ മന്ത്രി ഡോക്ടർ ബദർ അബ്ദുലട്ടി. നാളെ മുതൽ ഈ മാസം 7 വരെയാണ് സന്ദർശനം. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ലെന്ന് സൗദി അറേബ്യ. ഗസ മുൻപ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് സൗദി അറേബ്യയുടെ പ്രതികരണം. തായ്വാൻ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. രാജ്യാതിർത്തിയിൽ 12 ചൈനീസ് വിമാനങ്ങളും 7 നാവിക കപ്പലുകളും കണ്ടെത്തി. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. ഇരുവിഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതിയുടെ നടപടി. തൃശൂർ കോടന്നൂരിൽ ഓട്ടോ ദേഹത്തിടിക്കാൻ പോയെന്നാരോപിച്ച് യാത്രക്കാരന് ക്രൂരമർദ്ദനം. കോടന്നൂർ ബാറിലെത്തിയ യുവാക്കളാണ് യാത്രക്കാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് ബ്രാഞ്ച് യൂണിറ്റ് കൊച്ചി യൂണിറ്റിനാണ് ചുമതല. 100 ന്യൂസ് പൂർത്തിയാവുന്നു.